3, 2, 1, take off! Now look at those brakes come on through the tail. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. ഹലോ, നമ്മൾ എപ്പോഴും പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ആഫ്രിക്കൻ ലയൺ സഫാരിയിലേക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ശരത്തേട്ടനുമുണ്ട്. ഹലോ. നമ്മള് കഴിഞ്ഞ ശരിയാണ് ശില്പ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു സംഭവമാണിത്. ഇത് സീസണലായിട്ട് ഓപ്പൺ ചെയ്യുന്നൊരു സ്ഥലമാണ്. വിന്ററിൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ ഈ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് രണ്ടുപേർക്ക് ഇന്ന് ഓഫ് ആയതുകൊണ്ട് ഇന്ന് തന്നെ ഇറങ്ങി. ഒത്തിരി ദൂരമൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്താണ്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ദൂരമേ ഉള്ളൂ. അപ്പം ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അഡ്മിഷൻ ടിക്കറ്റ്സ് ഒക്കെ ഞങ്ങൾ ഓൺലൈനാണ് ബുക്ക് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഓൺ സൈറ്റും ചെയ്യാം, പക്ഷെ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും ഓൺ സൈറ്റ്. അപ്പോൾ ഓൺലൈനിൽ $37.95 ആണ് ഞങ്ങൾക്ക് ആയത്. മറ്റേതാണെങ്കിൽ $42.95 ആവും. അപ്പോൾ കുറച്ച് സേവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഓൺലൈൻ ചെയ്തു. ഇന്ന് അത്ര തിരക്കൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ സഫാരി ചെയ്യാം. ഒന്നെങ്കിൽ നമ്മളെ കാറിൽ തന്നെ ഡ്രൈവ് ത്രൂ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അവരെ ബസ്സിൽ പോകാം. അവരെ ബസ്സിലാകുമ്പോൾ ഒരു എക്സ്ട്രാ $5 നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമ്മളെ കാറിൽ തന്നെയാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴൊക്കെ മൃഗങ്ങളെ കാണുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് സ്റ്റോപ്പ് ഓവർ ചെയ്യാം, എന്നിട്ട് കാണാം, എത്ര ഫോട്ടോസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ബസ്സാകുമ്പോൾ നമുക്ക് വേറുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം, അവർ നിർത്തുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചെറിയ ഇൻകൺവീനിയൻസ് തോന്നിയപ്പോൾ നമുക്ക് നമ്മളെ കാറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഈ ആഫ്രിക്കൻ ലയൺ സഫാരി എപ്പോഴും ഓപ്പൺ അല്ല. വിൻ്ററിൽ ഇത് ക്ലോസ്ഡ് ആണ്. മെയ് തൊട്ട് ഒക്ടോബർ വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഒരു ഗേറ്റിന് ശേഷം നമ്മളോട് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി ഈ ആനിമൽസിന് ഫുഡ് കൊടുക്കാനോ ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ വേണ്ടിയിട്ട് നമ്മളെ കാറിൻ്റെ ഡോറ് തുറക്കുകയോ പുറത്തിറങ്ങുകയോ ഇല്ലെങ്കിൽ വിൻഡോസ് അടക്കം ക്ലോസ് ചെയ്യണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സഫാരീൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ അവർ ഈ കൂട്ടിലല്ല ഉണ്ടാവുക. ഓപ്പൺ ആയിട്ട് റോം അറൗണ്ട് ചെയ്യുന്ന ആനിമൽസിനാണ് നമുക്ക് കാണാൻ പറ്റുക. ഹോണൊന്നും അടിക്കാതെ അധികം ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വേണം പോവാന്നുള്ളത് അവരാദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ സൂകളിലൊക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഒരു ഫീലിംഗ് കിട്ടുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ നിന്ന് പിടിച്ച മൃഗങ്ങൾ അവരെ ഒരു ഫ്രീഡവും ഇല്ലാതെ ഒരു കൂട്ടിൽ, ചെറിയ കൂട്ടിൽ ഫുഡ് കിട്ടുന്നുണ്ടോ, കുളിപ്പിക്കുന്നുണ്ടോ, അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാത്തൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. നമ്മളാണ് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ, അതായത് കാറിൻ്റെ ഉള്ളിൽ നമ്മളിരിക്കുക, അത് പുറത്ത് നടക്കുകയോ കിടക്കുകയോ എന്താണ് അതിന് വേണ്ടത് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിൽക്കുക. ഫുഡൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അത് ക്ലീനാണ്. നല്ലൊരു സിസ്റ്റം പോലെ എനിക്ക് തോന്നി ഇവിടെ. പിന്നെ പരന്ന പ്രദേശമാണ്, അധികം ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ മൃഗങ്ങളെയും എല്ലാ വിസിറ്റേഴ്സിനും കാണാൻ പറ്റും. ഈവൻ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ടൈഗറും ലയണും ഒക്കെ ഒരു നെറ്റ് പോലും ഇല്ലാതെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റും. കുറച്ചൊരു പേടിയാവും ചിലപ്പം, ഇങ്ങനെ ഓടുന്ന മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ കാറിൻ്റെ അടുത്തേക്ക് വരുമോ എന്നൊക്കെ ഒരു പേടി വരും. പക്ഷേ നമ്മൾ കാറൊക്കെ ക്ലോസ് ചെയ്ത് തുറക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ മൃഗങ്ങളുണ്ട് ഇവിടെ. പേരൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പലതിൻ്റെതും അറിയില്ല. അതൊക്കെ നല്ല നീറ്റാണ്. അങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഇങ്ങനത്തതൊന്നുമില്ല. ഫുഡിൻ്റെ മണം കാര്യങ്ങൾ ഒന്നുമില്ല. ഭയങ്കര ക്ലീനാണ്. അതുമാത്രമല്ല നല്ല ആരോഗ്യമുള്ള മൃഗങ്ങളായിട്ടും തോന്നുന്നുണ്ട് കാണുമ്പം. നല്ല ഫുഡ് കിട്ടി നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള മൃഗങ്ങളെ പോലെ തോന്നുന്നു. അത് തന്നെ നല്ലൊരു സന്തോഷം തോന്നി കാണുമ്പം. പിന്നെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കാണുന്നത് പോലെയും ഉണ്ട്. ഇപ്പം ഡിയർ ആണെങ്കിലും സീബ്ര ആണെങ്കിലും പിന്നെ ജിറാഫ് ആണെങ്കിലും ഒക്കെ ഒരേ ഒരു ഫീൽഡിൽ ഇങ്ങനെ പരന്ന പ്രദേശത്ത് ഒരു കാടിനെ റിസംബിൾ ചെയ്യുന്നൊരു ഏരിയയിൽ ഇട്ടതാണ്.
അപ്പം നമ്മൾ കാണുമ്പം എന്താണ് ഇവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. നമ്മൾ ലയൺ സഫാരി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നമുക്ക് നടക്കാനും പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനൊക്കെ പറ്റിയ ഒരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ നമ്മൾ നടന്ന് കാണുകയാണ് പിന്നെ ചെയ്തത്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇതോടുകൂടി നമ്മളെ ആഫ്രിക്കൻ ലയൺ സഫാരി കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇനിയും കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. മെയിൻലി ട്രെയിൻ ഉണ്ട്, ബോട്ട് ക്രൂസ് ഉണ്ട്, അതേപോലെ കുറേ ഷോസ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം വിട്ടത് ഒരു ബോട്ട് ക്രൂസിലേക്കാണ്. അത് ഈ ഒരു സഫാരി ഏരിയ ഫുള്ള് നമുക്ക് ബോട്ടിലൂടെ കാണാം. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം നമ്മൾ ക്യൂ ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് വേഗം തന്നെ നമുക്ക് കയറാൻ പറ്റി. പക്ഷേ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ബോട്ട് പോയി, അടുത്ത ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എത്തും, ഒരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അടുത്ത ബോട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള ബോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറിയിട്ട് വരാം. ഈ ഒരു ബോട്ട് ട്രിപ്പ് ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല, എക്സ്പെക്റ്റഡും അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഒരു ജാക്കറ്റ് എടുക്കാമെന്ന് തോന്നി. കാര്യം നല്ല വെയിലൊക്കെ കാണാൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലയൺ സഫാരി എന്നുള്ള ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബോട്ട് ട്രിപ്പ് പറഞ്ഞപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. Until we come to a full and complete stop, and I've securely attached us, and that gate has been opened for you. Now, just a warning. നമ്മളെ ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും നമുക്ക് നല്ലൊരു ക്യൂ കാണാമായിരുന്നു. അടുത്ത നെക്സ്റ്റ് ട്രിപ്പിനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ നടന്നു ഞങ്ങൾ. അപ്പം നടക്കുമ്പോൾ കുറേ റിഫ്രഷ്മെൻറ്റ് ഏരിയാസും പിന്നെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ കാണാം. പിന്നെ വേണ്ടതിലധികം ഫോട്ടോസ് നമ്മൾ തന്നെ നമ്മളെ ഫോണിലും പിന്നെ ക്യാമറയിലൊക്കെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ഈ ആഫ്രിക്കൻ ഫോട്ടോ സഫാരി എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയി ഫോട്ടോ ഒന്നും എടുത്തില്ല. അവിടുന്ന് പുറമേ നിന്ന് നമ്മുടെ ക്യാമറയിൽ നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വെറ്റ് ഏരിയ ഇപ്പോൾ ഓപ്പൺ അല്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം ടിക്കറ്റ് ചാർജ് കുറച്ച് കുറവ്. കാരണം ഇപ്പം സ്പ്രിംഗ് ആണ്, നല്ല തണുപ്പ് തന്നെയാണ്. ഇപ്പോഴും വിൻ്റർ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മെയ് 19 ശേഷമായിരിക്കും ഈ വെറ്റ് ഏരിയ ഓപ്പൺ ആവുക. പക്ഷേ കുട്ടികൾക്ക് കളിക്കേണ്ട ഡ്രൈ ഏരിയ ഉണ്ട്. അവിടുന്ന് കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കാണാം നമുക്ക്. ഇവിടെ കുറേ ഷോസ് ഉണ്ട്. പിന്നെ അങ്ങോട്ടാണ് നമ്മൾ പോയത്. Pretty close. The volunteers might be taking the lead on this one. Definitely looks like our volunteers are going to be winning. Amazing job, guys. Round of applause for our volunteers. They did incredible. Perfect. You guys can head on back to your friends and family. And you got it. Live like 20-25 years. Yeah. Sorry? Chicken today. Yeah. Chicken. Yeah, we kind of work on a 4-day cycle here with our food, so they'll get something different every 4 days, and then there's some. Breeding program way back in 2018 that Levi and her clutch mate Betty were the very first 2 hatched here, but since that time we've been able to add 8 other chicks. Now this will come in handy when they're drawing big pieces of food up to their mouth to take smaller bites out of, just like you're seeing right here. Now you may notice Levi and Fever both using their left feet to eat. Turns out Rub your stuff in, sir. And take your time. No big deal.
All right, this beautiful bird is Parker, and Parker is an Indian peafowl. If you thought peacock, you're absolutely correct. He's a male peacock, female peahens, young pea chicks. So how can you tell? Well, he has that beautiful iridescent blue. You might need a little bit of a countdown from us, so we're gonna count down from 3, shout take off all together. Everyone ready? Yeah. All right, on my count then. 3, 2, 1, take off! Now look at those brakes come on through the tail. What a graceful landing. Let's give it up for Adorable, but a little repetitive day after day. I would love to start off by greeting you all. Pretty cheerful young lady. You seem a tad excited to be here. Are you excited? Always the case with Eddie. Loves showing off for all of our guests. Now, she's known as the nosiest bird in our flock, as we often hear her asking perfectly in tune to me. All right, we do not have parrots native to our country, but all the ones we met here today have hatched right here in Canada. Very proud of that fact. She'd love to sing a bit of our national anthem. Very patriotic, Eddie. Look at that, Eddie. All those people. No? Okay. One more question to get her to sing. Raise your hand if you have a birthday coming up in the next year or so. There we go, Eddie. Let's sing for them. All the words. Parrots can reach a top speed of 65 kilometers per hour while flying around, just as fast as you and I will travel through our towns and cities. Now, going that fast, they need a reliable way to steer, and that's where that beautiful long tail comes into effect. They can move it from side to side to navigate through the air, and when they're ready to put on the brakes for a soft and toucans. Figuring out what it's used for besides just eating, they have found out that the blood supply flowing through it helps to regulate their body temperature. What they will do is they will actually expose it to different elements within their environment. നമുക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ബേർഡ്സിൻ്റെ ട്രിക്സും അവരെ എക്സ്പ്ലനേഷൻസും സംസാരിക്കുന്നതും ഒക്കെ കേൾക്കാനും കാണാനും. അതിനുശേഷം നമ്മളിങ്ങനെ നടന്നു നോക്കിയപ്പോഴാണ് ഒരു ട്രെയിൻ ടൂർ ഉണ്ട്. ഒരു അറൗണ്ട് 15 മിനിറ്റ്സ് ആണ് ട്രെയിൻ ടൂർ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പം ബോട്ട് ട്രിപ്പ് പോലെ തന്നെ നമുക്ക് ആദ്യത്തെ ഇതിൽ കയറാൻ പറ്റിയില്ല. നല്ല ക്യൂ ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ സെക്കൻഡ് ട്രിപ്പിൽ കയറി. Season, so they clear a little area in the water, and that's where the eggs will go. Now, the fish species that we have here, especially in the waterways of this area, include trout, bass, as well as catfish and sunlight. And you see lots of those tiny birds that seem to fly right along the surface of the water. Those are swallow, and they have almost like a V-shaped wing. The building behind them is our elephant. നമ്മളെ നാട്ടിലെ ആനകളൊക്കെ പനമ്പട്ടയും പനയോലയൊക്കെ കഴിക്കുന്നത് കാണും. പക്ഷെ ഇതെന്താണ് ഉണങ്ങിയ ഒരു പുല്ല് കഴിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇവരെ ഫുഡ് ഇതായിരിക്കും. ആനേനെ കണ്ടതിന് ശേഷം ഇതുവരെ ഞാൻ കാണാത്ത വേറൊരു മൃഗത്തിനെയും കൂടി കണ്ടു. ഫുഡ് നമുക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് പരിപാടി ആയതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു കോട്ടൺ ക്യാൻറ്റീൻ കൂടി മേടിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ബൈ.